മോളെ ഞങ്ങൾ നാട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുന്നത്. അടുത്ത കാര്യം ആലോചിക്കുമ്പോൾ ഒരു സമാധാനമില്ല. എന്താ ഇത്ര പെട്ടെന്ന് പോന്നെ? നമുക്ക് 2-3 മാസം കഴിഞ്ഞിട്ട് പോയാ പോരെ? ഇല്ല മോളെ, ശരിയായില്ല. അതെല്ലാം ആരെ ഏൽപ്പിച്ചിട്ട് വന്നതിനെന്ന് എനിക്കറിയാലോ. ഇതേപോലെ താക്കോല നീ വെച്ചോ. എല്ലാ മാസവും ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് വീടും കൃഷിയും പണിക്കാരുടെ കാര്യവും എല്ലാം ശ്രദ്ധിക്കണം. എല്ലാ ആഴ്ചയും വന്നിട്ട് നോക്കും ഞാൻ. എന്തായോ എന്തോ വീടിന്റെ എല്ലാ അവസ്ഥ. ആരാ മനസ്സിലായില്ലല്ലോ. അതിന് നീ ഏത്? എനിക്ക് എന്റെ ഉടമസ്ഥൻ വാടക തന്നെയാണ് 6 മാസത്തേക്ക്. അത് ഏതോടെ അവസ്ഥ? ഇപ്പൊ കാണിച്ചു. ഇവൻ ഹലോ, ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടിട്ട് വിളിക്കാണ്. ഒരു വീടും പറമ്പൊക്കെ റെന്റിനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉണ്ടല്ലോ, പെർ മന്ത് 30K. നാട്ടിൽ 30,000 കുറച്ച് കൂടുതലല്ലോ ബ്രോ. ഈ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ വീട് വൈഡ് ആൾക്കാർ ക്യൂ ഉണ്ട് സാധനം എടുക്കാൻ. നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. പണ്ടവിടെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. എന്റെ മുണ്ട്, എന്റെ ടീഷർട്ട്. സുനിൽ ബ്രോ, ഇതാ ബാംഗ്ലൂരിൽ നിന്ന് ഇറക്കിയ ഐറ്റം കണ്ട. അയ്യോ അച്ഛൻ, സോറി, ഫ്ലാറ്റ് മാറിപ്പോയി. ഉടമസ്ഥ ഒന്ന് നിൽക്ക്. നീ എന്റെ വീടും പറമ്പും ഞാൻ അറിയാതെ വാടക കൊടുത്തു. സാരമില്ല, നീ എന്റെ മോനല്ലേ. നീ എന്റെ കൃഷിയും നോക്കാതെ നശിപ്പിച്ചു. അതും സാരമില്ല, നീ എന്റെ മോനല്ലേ. പക്ഷേ ഇത് അച്ഛൻ സ്വന്തമായിട്ട് വാറ്റിയെടുത്ത അച്ഛന്റെ പേഴ്സണൽ വാറ്റ് കളക്ഷൻസ് ആണ്. അടിപൊളി. നിങ്ങൾക്കായതുകൊണ്ട് ഞാൻ ഒരു കുപ്പിക്ക് 3000 തരാം. എന്റെ കുപ്പി നീ എനിക്ക് ജീവിക്കണ്ട. എന്താ ചാവണ്ടെങ്കിൽ കയറിക്കോ, ബാംഗ്ലൂർ പോയിട്ട് ജീവിക്കാം.